നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ടോപ്പ് ഗിയറിലേക്ക് മാറിക്കഴിഞ്ഞല്ലോ. ഇന്നലെ 4 കളികളാണ്, ഇന്നും 4 കളികളാണ്. ഇന്നലെ ബ്രസീൽ ഇറങ്ങിയെങ്കിൽ ഇന്ന് ജർമ്മനി ഇറങ്ങുന്നുണ്ട്, നെതർലൻഡ്സ് ഇറങ്ങുന്നുണ്ട്. ആരാധകരുടെ പ്രിയപ്പെട്ട ടീമുകൾ ഇന്ന് കളിക്കളത്തിലേക്ക്. നമ്മൾ മത്സരങ്ങളുടെ സമയക്രമം നോക്കിയാണ്. ഇന്ന് രാത്രി 10:30 കളിയുണ്ട്. ജർമ്മനി കുറസാവോക്കെതിരെയാണ് കളിക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 10:30. നല്ല ചൂടിൽ ആണ് ജർമ്മനിയുടെ ട്രെയിനിങ് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നലെ ജൂലിയൻ നഗൽസ്മാൻ പറയുന്നത് ചൂടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ടീം ഓക്കെയാണ്, കളി മികച്ച രൂപത്തിൽ കളിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതേസമയം കുർസാവോയുടെ കോച്ച് ഡിക്ക് അഡ്വക്കേറ്റ് ആണ്. ആ കാര്യം മറക്കണ്ട. അദ്ദേഹം എന്ത് തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. കുഞ്ഞന്മാരാണ് കുർസാവോ, പക്ഷേ എഴുതിത്തള്ളണ്ട, കോച്ച് പ്രഗത്ഭനാണ്. രാത്രി 1:30 നെതർലൻഡ്സ് ജപ്പാനുമായിട്ട് കളിക്കുന്നത്. അതൊരു തീപ്പൊരി കളിയായിരിക്കും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും ഒരു കോമ്പറ്റിറ്റീവ് പോരാട്ടം കാണാൻ കഴിയുന്ന മത്സരമായിരിക്കും നെതർലൻഡ്സും ജപ്പാനും തമ്മിലുള്ള പോരാട്ടം. രാത്രി ഇന്ത്യൻ സമയം 1:30 ആ കളി നടക്കുന്നത്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില പ്രധാന താരങ്ങൾ പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവർ സ്ട്രോങ് ടീമാണ്. നെതർലൻഡ്സ് പിന്നെ ഞാൻ പറയണ്ടല്ലോ, എല്ലാ പ്രാവശ്യവും ആരാധകർ വലിയ പ്രതീക്ഷയോടുകൂടി ഓറഞ്ച് വസന്തം വിരിയുന്നത് കാത്തിരിക്കാറുണ്ട്. ഇത്തവണ അവരുടെ മുന്നേറ്റ നിരയുടെ കാര്യത്തിലൊക്കെ ചെറിയ സംശയങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്ന് നെതർലൻഡ്സ് ജപ്പാൻ മാച്ച് വരുമ്പോൾ ആരാധകർ ആവേശത്തിലാണ്. പിന്നെ ഐവറി കോസ്റ്റും ഇക്കഡോറും തമ്മിൽ നാളെ പുലർച്ചെ 4:30. ഇന്ന് രാത്രിയാണ് മത്സരം. നമുക്ക് ഇന്ത്യൻ സമയം ടൈം സോൺ ഡിഫറൻസ് കാരണം നാളെ 4:30 ആ കളി. അത് ഒരു സൂപ്പർ പോരാട്ടം തന്നെയായിരിക്കും. ഈ ഇക്കഡോറൊക്കെ ഇത്തവണ ഡാർക്ക് ഹോഴ്സസ് ആയേക്കുമെന്ന് കരുതുന്ന ടീമാണ്. ഐവറി കോസ്റ്റ് ഫ്രാൻസിനെതിരെ സന്നാഹ മത്സരത്തിൽ കളിച്ച കളി നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ വളരെ മികവ് വന്നേക്കാവുന്ന ഒരു കളിയാണ് ഐവറി കോസ്റ്റ് വേഴ്സസ് ഇക്വഡോർ മത്സരം. പിന്നെ രാവിലെ 7:30 കളിയുള്ളത്. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള കളി. വിക്ടർ ഗ്യോക്കറസും അലക്സാണ്ടർ ഐസക്കും ഒക്കെ ഇറങ്ങുമ്പോൾ സ്വീഡൻ ഏത് തരത്തിലുള്ള പെർഫോമൻസ് നടത്തുമെന്നാണ് അറിയേണ്ടത്. ടുണീഷ്യ വേൾഡ് കപ്പിന് വരാറുണ്ട്, പക്ഷേ വിജയങ്ങൾ അങ്ങനെ അവരെ തുണക്കാറില്ല. ആദ്യ വിജയം ഈ വേൾഡ് കപ്പിൽ അവർ നേടുമോ എന്നുള്ളതും കണ്ടറിയണം. ഏതായാലും സൂപ്പർ ടീമുകൾ ഇറങ്ങുന്ന ഒരു കിടിലൻ രാത്രിയാണിന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.